എൻ്റെ ഭർത്താവാണ് സന്ദീപ്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് സ്ട്രോക്ക് വന്ന് തലയിലെ ഞരമ്പ് പൊട്ടി ഇവിടുന്ന് MR ആവിറ്റസ് ഹോസ്പിറ്റലിൽ 3 മാസമായിട്ട് വെന്റിലേറ്ററിലാണ്. ഞങ്ങൾക്ക് ബില്ലടയ്ക്കാനോ ഒരു രീതിയിലുള്ള പൈസയോ ഞങ്ങളുടെ കയ്യിലില്ല. എനിക്ക് 2 കുഞ്ഞു മക്കളാണ്, 6 വയസ്സ് 3 വയസ്സുള്ള കുട്ടികളാണ്. ഞങ്ങളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് ആരും തന്നെ ഇല്ല. എനിക്ക് എൻ്റെ കെട്ടിയവനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. എനിക്ക് എങ്ങനെയെങ്കിലും ആളെ രക്ഷിക്കണം. എൻ്റെ കുട്ടികളുടെ അച്ഛനെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിന് നിങ്ങളുടെ മുന്നിൽ ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. ബില്ലടയ്ക്കാൻ ഞങ്ങൾക്കൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങളോടിങ്ങനെ അപേക്ഷിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. എൻ്റെ മോനാണ് സന്ദീപ്. അവൻ ഞരമ്പ് പൊട്ടി നെന്മാറ പരിസ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് 3 മാസം വേറെ കിടക്കുന്നു. ഞങ്ങൾക്ക് വേറെ ഒരു വഴിയുമില്ല. ബില്ല് കെട്ടാൻ ഞങ്ങൾക്ക് 15 ലക്ഷം രൂപ ഞങ്ങൾക്ക് ബില്ലായിട്ടുണ്ട്. ഞാൻ കാണുന്ന ഓരോരുത്തരോട് ഞാൻ ബസ്സിൽ പോകുമ്പോഴൊക്കെ ഞാൻ കെഞ്ചി ചോദിക്കും, എൻ്റെ മോൻ ഇങ്ങനെ കിടക്കുകയെന്ന് പറഞ്ഞിട്ട് കണ്ടക്ടർമാരോട് ഡ്രൈവർമാരൊക്കെ എൻ്റെ ഫോൺ നമ്പർ ഞാൻ അയച്ചു കൊടുക്കും. അവർ വല്ലതും തരുമോ ചോദിച്ചിട്ട് അവർ മാക്സിമം പോലെ എന്തെങ്കിലും 500 തരുമായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും എനിക്കൊന്നും ആവണില്ല. എൻ്റെ കുടുംബത്തെ ഏക വരുമാനം ഞാനാണ്. എനിക്ക് എൻ്റെ മോൻ തിരിച്ചു കൊണ്ടുവന്ന ജീവിതത്തിലേക്ക് എനിക്ക് വേറെ ആരുമില്ല. 2 കുട്ടികളാണ്, 3 6 വയസ്സും 2 കുട്ടികളാണ്. എൻ്റെ ഭാര്യയും എൻ്റെ ഒരു അമ്മയായിട്ടൊന്ന് കുടുംബമാണ് എനിക്ക്. എനിക്ക് 2 മക്കളാണ്. ചെറിയ മോൻ കൂലിപ്പണിയാണ്. അവനും ഈ 3 മാസമായിട്ട് എൻ്റെ വീട്ടിൽ പോലും വരുന്നില്ല. അവൻ ഏട്ടൻ്റെ കൂടെ ഇരിക്കുകയാണ്. നിങ്ങൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം. എനിക്ക് ഇനിയും ഞങ്ങൾക്ക് 15 ലക്ഷം രൂപ കെട്ടാൻ ഞങ്ങൾ 1 രൂപ കിട്ടിയിട്ടില്ല. എനിക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ എനിക്ക് പൈസ കെട്ടിയേ തീരൂ. ഈ കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം. സന്ദീപ് എൻ്റെ ഏട്ടനാണ്. അവനത് കിഡ്നി പ്രശ്നമായിട്ട് ദീർഘകാലമായി ഹോസ്പിറ്റലിൽ കൊണ്ട് നടക്കുകയായിരുന്നു. പെട്ടെന്ന് തലയിൽ BP കൂടിയിട്ട് ഞരമ്പ് പൊട്ടി 20 വർഷത്തോളം ഇപ്പോൾ ബില്ലായിട്ടുണ്ട്. നാട്ടുകാരൻ്റെയും പിന്നെ ദൈവോട്ടം ചെയ്ത ചെറിയ വീഡിയോയിലും ചേർന്ന് 6 ലക്ഷത്തോളം ബില്ല് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ ബില്ല് ഞങ്ങളിപ്പോൾ കെട്ടി ഇനിയും 14 ലക്ഷത്തോളം ഇവിടെ ബില്ല് കിടാനുണ്ട്. സ്റ്റേജിലൊക്കെ വന്നു ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് പറയണമെന്ന് അറിയില്ല. അത്രയും ഈ വീഡിയോ കാണുന്ന എല്ലാവരും പരമ്പര ഒന്ന് സഹായിച്ച് എനിക്ക് ബില്ലൊന്ന് കെട്ടി പിന്നെ ഹോസ്പിറ്റലിൽ മാറ്റാനുള്ള ഒന്ന് ചെയ്തു തരണം. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ഷജീർ പഴയന്നൂരാണ്. വളരെ എമർജൻസി ആയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ 16-ാം വാർഡിൽ താമസിക്കുന്ന 32 വയസ്സ് മാത്രം പ്രായമുള്ള സന്ദീപിൻ്റെ ജീവന് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് അവിറ്റീസ് ഹോസ്പിറ്റലിലാണ്. അതിൻ്റെ വെന്റിലേറ്ററിലാണ് സന്ദീപ്. ഏകദേശം 60